അസ്സലാമലൈക്കും. പകലൽ നിശാനി ആലം പരിവാല രസായ മഹ്ലൂക്ക് ജിൻ ഇൻസാന മലക്ക് ജമാഹനൂന തക്ദീർ കലം പ്രസ്ഥാന തഹ്ലീലു മുഹ്സാന കലം അർശ കുർശദീന തക്ദീർ വാഴുന്നോന പകലൽ നിശാനി ആലം പരിപാലകസായ മനുഷ്യർ പിതാവ് ആദം മാതാവ സഹീദും മറുദീൻ പഴം ഭുജിച്ചേ മലഹൂൻ കെണിയിൽ പെടുത്തി പകലൽ നിശാനി ആലം പരിപാലകസായ. شو الأخبار؟ شو الألوم؟ أخباركم وألومك شلونك؟ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ കുറച്ച് മൂടത്തരങ്ങൾ ഞാൻ പറയാം. അതായത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. 40-40 വയസ്സ് വരെ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കരനാണ്, ഭയങ്കര ബുദ്ധിമാനാണ്. 40-45 വയസ്സ് വരെ ഞാൻ ചിന്തിച്ചൊരു ചിന്താഗതിയാണ് ഞാനീ പറയുന്നത്. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞാൻ ഭയങ്കര ഐഡിയമാനാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നെല്ലാം ഞാൻ വിചാരിച്ച് ജീവിച്ച് 40-45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ മനസ്സിലായത് എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്, 40-40 വയസ്സ് ആകുമ്പോഴും ഒരു മനുഷ്യനിക്ക് ബുദ്ധി കൃത്യമായിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിച്ചവരും എൻ്റെ കൂടെ നിന്നവരും ഒക്കെ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ്, ഇവരെല്ലാം പൊട്ടന്മാരാണെന്നൊക്കെ, ഞാൻ ഭയങ്കര കാശുണ്ടാക്കുന്നവനാണെന്നെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച് ജീവിച്ചൊരു കാലുണ്ടായി. അപ്പോൾ 45-ന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സമൂഹത്തിലെ ഏറ്റവും മൂടൻ ഞാനാണ്. സമൂഹത്തിലെ ഏറ്റവും വലിയ മൂടൻ ഞാനാണ്. കാരണം ഞാൻ പല സ്ഥലത്തും പോയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ, പണ്ടൊക്കെ എൻ്റെ ഒരു 10-30 വയസ്സിലൊക്കെ ആരെങ്കിലും ലക്ഷങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയും, ലക്ഷങ്ങളെ പറ്റി പറയുന്നു, കോടികളെ പറ്റി പറയടാന്ന് പറയും. കോടികളെ പറ്റി പറയാൻ എന്ത് ലക്ഷങ്ങളെ പറ്റി പറയുന്നു? എല്ലാം കൈമന്ന് പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ 500 റുപ്യക്ക് ഇത്ര വിലയുണ്ട്. അതൊരു പ്രാവശ്യം എൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള മിറോർ, ബാക്ക് നോക്കുന്ന മിറോർ ആൾറെഡി ഇല്ല, അതിൽ പോയിട്ടുണ്ടായി. പിന്നെ സെൻറ്ററിലും ലെഫ്റ്റിലുള്ള മിറോറിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എവിടെ പോകുന്ന സമയത്ത് ലെഫ്റ്റിലത് അടിച്ചിട്ട് അതങ്ങ് പോയി, ഏതോ വണ്ടിക്ക് തട്ടിയിട്ട് അതങ്ങ് പോയി. പിന്നെ എനിക്കുള്ളത് സെൻട്രൽ ഗ്ലാസ്സാണ്, ബാക്ക് നോക്കാനുള്ളത്. അതിൽ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ടായി. അങ്ങനെ ഞാൻ എവിടെയെല്ലാം ഓടിച്ചാടി പേടിച്ചിട്ട് 2 റൈറ്റും ലെഫ്റ്റിൻ്റെയും ഗ്ലാസ് വാങ്ങിയിട്ടതിന് ശേഷമാണ് എനിക്കെൻ്റെ വണ്ടിൻ്റെ വിലയും എല്ലാം മനസ്സിലായത്. അതുവരെ എനിക്ക് വണ്ടിക്കും വിലയില്ലായിരുന്നു. പിന്നെ എൻ്റെ വീടും സ്ഥലമെല്ലാം ജപ്തിൻ്റെ വക്കിലേക്ക് എത്തിയതിന് ശേഷം, ഞാൻ വാടകപ്പുരക്ക് എത്തിയതിന് ശേഷം, പിന്നെ അവിടെ അങ്ങനെ വാടകപ്പുരക്ക് കുറേ മാസങ്ങൾ ഞാൻ കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീട്, പടച്ചോൻ എനിക്ക് തന്ന വീട് എത്ര വലുതാണ്. അപ്പം ഞാൻ മക്കളോടെല്ലാം പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പടച്ചോന് ഒരു പൈസ എനിക്ക് തന്നു സ്ഥലത്തിൻ്റെ, അങ്ങനെ തിരിച്ചെത്തി ഞാൻ ആ വീട് വരെ പണയത്തിലാക്കിയത് എന്തിനാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രൊജക്റ്റ് ഞാൻ എടുത്ത് തലയിൽ വെച്ച് കളഞ്ഞിനായിരുന്നു. അത് മൂടത്തിലേ ചെയ്തിട്ടുള്ളൂ, ജീവിതത്തിൽ പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഒരുപാട് നദിയിൽ വീണ് കടലിലും പോയി വീണവനാണ് ഞാൻ. എന്തായാലും അൽഹംദുലില്ലാ ഐ ആം എ സ്മാർട്ട്. ഇന്നും ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇപ്പം എനിക്ക് 20 വയസ്സായിട്ടാ. ഇവിടെ നിങ്ങൾ കണക്ക് കൂട്ടിക്കുക, 20 വയസ്സ്, പിന്നെ 19, പിന്നെ 18 എത്തും ഞാൻ, പിന്നെ 2-3 കൊല്ലം കഴിയുമ്പോൾ 18 വയസ്സിലേക്ക് എത്തും ഞാൻ. ഇപ്പം എനിക്ക് 20. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ അസ്സലാമു അലൈക്കും പോകാൻ സമയമാകുമെന്ന് ഒരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് 20 വയസ്സാണ്. ഞാൻ എൻ്റെ പണ്ടത്തെ 20ലേക്ക് ഞാൻ തിരിച്ച് കൊണ്ടുവന്നിരിക്കുക. ഞാൻ എന്നെ ഇൻഷാ അല്ലാഹ് അതിജീവിക്കണം, എനിക്ക് തിരിച്ചു വരണം എനിക്ക് 20 വയസ്സിലേക്ക്. അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ടൈൽസിനും ആ മുറ്റത്തും ആ ചുമരിനെല്ലാം മുത്തണേടാ മക്കളെ, ഞാനും മുത്തുന്ന്, മനസ്സിലായില്ലേ?
അപ്പോൾ ഓരോ സംഗതി കൈമന്ന് പോയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കുക ഇതിന് ഇത്ര വാല്യൂ നിലയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 45 വയസ്സിൽ വരെ ഞാൻ ഭയങ്കര ചിന്താഗതിക്കാരനാണ്, ഭയങ്കര ബുദ്ധിമാനാന്നെല്ലാം പറഞ്ഞ് ഞാൻ ജീവിച്ചെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഏറ്റവും വലിയ വിഡ്ഢി ഞാനായിരുന്നു എന്ന് പിന്നെ 45 വയസ്സായ സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം അന്ധമായി ഞാൻ എല്ലാവരെയും വിശ്വസിക്കും എന്നുള്ളതാണ്. എന്നെ ഒരുപാട് പേര് വിശ്വസിച്ചിട്ടുണ്ട്, ഒരുപാട് കടക്കാരനായിട്ടുമുണ്ട്, ഇപ്പോഴും കടത്തിൽ തന്നെയാണ്. കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 20 വയസ്സാക്കിയത് എന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബായിന്ന് വീണ വാക്കും കൈമന്ന് പോയ ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിയല്ല എന്നൊക്കെ. ആ പറഞ്ഞതിനെ പറ്റിയും പറയപ്പെട്ടതിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണ്. പക്ഷെ ഒരു ഹദീസുണ്ട്, ശപിക്കാൻ പാടില്ല, ശപിക്കപ്പെടാൻ പാടില്ല. ഞാൻ ഒരുപാട് ശപിക്കപ്പെട്ടവനാണ്. സാരയില്ല, അള്ള കരീം. അതിൻ്റെ എല്ലാം ഗുണങ്ങളും കാര്യങ്ങളെല്ലാം അള്ള കരീം ഗഫൂർ റഹീം എന്ന് പറയും. എല്ലാം പുറത്തു തരാൻ എല്ലാം ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 40-45 വയസ്സ് വരെ മൂഢനായി ജീവിച്ച്. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞു വന്നേ, എന്തോ പിടിവിട്ടല്ലോ. പല സ്ഥലത്തും എന്നെക്കൊണ്ട് കഴിയാത്ത പ്രൊജക്റ്റൊക്കെ ഞാൻ എടുത്ത് ആത്മധൈര്യം കുറച്ച് കൂടുതലാണ്. പാളിച്ചകളിൽ ഒരുപാട് അന്ധമായി വിശ്വസിക്കും ആരെയും, മനസ്സിലായി. എന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് പലരും. ഞാൻ ഇന്ന് കടക്കാരനാണ്, ആ വിശ്വസിച്ചവരൊക്കെല്ലാം ഞാൻ കടക്കാരനാണ്, തിരിച്ചു കൊടുക്കാനുണ്ട്, കുറേ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അന്ധമായി വിശ്വസിച്ചപ്പോഴുണ്ടായ അപകടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു വന്നത്. ഞാനൊരു ഷോപ്പിംഗ് സെൻറ്റർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അറബി വന്നിട്ട് എന്നോട് പറയുന്നത്, ഇന്ന സ്ഥലത്ത് നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാം. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി 8 പൊട്ടിയതിന് ശേഷം വലിയ കടക്കാരനായി. അവിടെ ഇത്രത്തോളം എന്താ കഴുത്തിൻ്റെ ഇവിടം വരെ കടങ്ങേരി നിൽക്കുന്ന സമയത്താണ് ഒരാൾ നമുക്ക് പണി തരുന്നത്. 10-40 ലക്ഷം റുപ്യൻ്റെ പണിയാണ് തരുന്നത്. അവിടെ നിന്ന് പൊട്ടിയ പൊട്ടൽ ഇന്നും തലപൊന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഈ അവസ്ഥയിൽ നിൽക്കുന്നു. അൽഹംദുലില്ലാ. എന്നാലും ഖൈർ, അൽഹംദുലില്ലാ. പടച്ചവൻ ഒരുപാട് തന്നു. അള്ളാഹനെ ഞാൻ കുറ്റം പറയുന്നില്ല. യാ റബ്ബേ, പടച്ചവൻ പൊറുക്കട്ട്. ബോറടിച്ചാ ക്ഷമിച്ചാളാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു നാട്ടിൽ പോയാൽ, അത് ജപ്പാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഗൾഫ് ആയിക്കോട്ടെ, കർണാടക, തമിഴ്, ആന്ധ്ര, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്നൊരു സാധനം കട്ടിട്ട് മനസ്സിൽ വെക്കാൻ ഫസ്റ്റ് കക്കേണ്ട ഒരു സംഭവം. അതായത് ചേരനെ തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കട കഷ്ണം തിന്നാൻ പഠിക്കണമെന്ന് പറയുന്നത് പോലെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ കട്ടിട്ട് എടുത്തിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഒരു സാധനമുണ്ട്. കട്ടെടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നു. അത് എങ്ങനെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൻ്റെ സംസ്കാരം, അതിന് നമ്മൾ ഒരു അണുമണി തൂക്കം എതിർക്കാൻ പാടില്ല. ഫസ്റ്റ് കളവ്. സെക്കൻഡ് കളവ്, ആ നാട്ടിലുള്ളവരെ പുച്ഛിക്കാൻ പാടില്ല. ആ റോഡ് പണിക്കാരനായിക്കോട്ടെ, പുച്ഛിക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്വന്തം നാടില്ലാണ്ട് പോയവരാ. അപ്പം അവരാക്കാളും എത്രയോ ഗന്ധേ നാലേക്ക കീടാ ഹേ ആം. ഗന്ധേ നാലേക്ക കീടാ ഹേ. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ എങ്ങനെ അവരെ കണ്ണിനോട് നമ്മൾ നോക്കുക. പിന്നെ രണ്ടാമത്തെ കളവ്, അത് 2-3 ആയില്ലേ ഞാൻ പറഞ്ഞത്. 4ാമത്തെ കളവ് എന്ന് തന്നെ പറയാം. ആ ഭാഷ, ആ നാട്ടിലെ ഭാഷ അവർ സംസാരിക്കുന്നത് പോലെ ഒപ്പിങ്ങെടുക്കണം. കാതുകൊണ്ട് ശ്രവിച്ചിട്ട് അങ്ങനെ നാവ് കൊണ്ട് അങ്ങനെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം. കിങ്ങാവും ആരും എവിടെയും. ഓക്കെ സമ്മോനി, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ.